ചെയ്യുന്ന ഒരു കൂട്ടരല്ല. ഇതാണ് ഒരു ബോധ്യം. ബോധ്യം നോക്കി എന്താണ് അവനത്? ആ ബോധ്യം ഇപ്പോഴവനുണ്ടാവുന്നത്. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ വരണം ഒന്നുകൂടി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ ആരാണ്? മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിൽ ലഭിച്ചതെല്ലാം ഞങ്ങൾക്കും കിട്ടും. ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധി, ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം എനിക്കും കിട്ടും. കാരണം ഞാനും അപ്പൻ്റെ മകനാണ്. ഞങ്ങളുടെ ബലഹീനത ഇതാണ്. ആ മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ ബലഹീനത എന്തായിരുന്നു? അവൻ അറിഞ്ഞുകൂടാ. എന്തറിഞ്ഞുകൂടാ? അവൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അവൻ മകനായിട്ടും ഒരു അടിമയെ പോലെ അവൻ പരിഗണിച്ചു. എന്ന പോലെ നമ്മൾക്കും പലതും അറിഞ്ഞുകൂടാ. നമുക്ക് ദൈവം തന്നെ കരുതുന്ന ഉന്നതമായ മഹത്വം നമ്മൾ അറിഞ്ഞുകൂടാ. നമ്മളിൽ പരിശുദ്ധാത്മാവ് വർഷിച്ചിരിക്കുന്ന നിരവധി ദാനങ്ങളെ അറിഞ്ഞുകൂടാ. നമുക്കറിയാം ആ ഉപമ. ഒരു അധികാരി, ഒരു പ്രഭു പോകുന്ന സമയത്ത് ഓരോരുത്തർക്കും ഒരു സ്വർണ്ണ നാണയം കൊടുത്തിട്ട് പറഞ്ഞു. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരാളത് 10 ഒരാൾ 5 ഒരാൾ അത് എന്ത് ചെയ്തു? തുവാലയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടു. എന്തുകൊണ്ട്? അവൻ പറയാണ്, എനിക്ക് അങ്ങയെ ഭയമായിരുന്നു. അങ്ങ് കർക്കശക്കാരനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവരും വെക്കാത്തിടത്ത് എടുക്കുന്നതുമായതുകൊണ്ട് ഞാൻ പൊതിഞ്ഞു വെച്ചു. എന്താണ് അപ്പോൾ അവിടുത്തെ പ്രശ്നം? ഇവൻ്റെ ബോധ്യം എന്താണ്? ഈ യജമാനെ കുറിച്ചുള്ള ബോധ്യം എന്താണ്? ഇയാൾ കർക്കശക്കാരനാണ്. എന്നാൽ മറ്റുള്ളവർക്കോ അങ്ങനെയല്ല. അവർക്ക് വാത്സല്യം നിറഞ്ഞ ഒരു പിതാവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കർക്കശക്കാരനാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക്. ദൈവം ഒരു കർക്കശക്കാരനാണ് എന്നുള്ള ബോധ്യമാണെങ്കിൽ നമ്മുടെ താലന്തുകളെ കുഴിച്ചിടലുണ്ടാവുള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ വെളിപാടുകൾ കിട്ടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്ത് തന്നെ കുഴിച്ചിടും. മറിച്ചല്ലെങ്കിലോ ദൈവത്തിനെ കുറിച്ചുള്ള, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളുടെ വെളിപാടുകൾ വികസിക്കും. നമ്മുടെ താലന്തുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഈശോയെ, പരിശുദ്ധാത്മാവേ, ഒന്നുകൂടി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ബുദ്ധിയെയും ബോധ്യത്തെയും ഞാൻ സമർപ്പിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന അങ്ങ് ഒന്ന് പരിശോധിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ഉടനെ പ്രാർത്ഥിക്കണേ. എൻ്റെ എന്നിലുള്ള കർക്കശ സ്വഭാവം അകറ്റണമേ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണേ. എന്നിലുള്ള തെറ്റായ ബോധ്യങ്ങൾ എടുത്ത് മാറ്റണമേ. ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ മകനാണ്. മകനായതുകൊണ്ട് അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഞാനൊരു കർക്കശക്കാരനെ അല്ല, പിതാവിനെ, ദൈവത്തെ വാത്സല്യം നിറഞ്ഞ ഒരു പിതാവായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. നമ്മൾ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എത്ര സമയം എടുക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഒരു സെഷൻ വീണ്ടും നമുക്ക് കേൾക്കാം. സാധിക്കുമെങ്കിൽ കുറച്ച് സമയം ആരാധനയെന്നോട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് സിസ്റ്റർ, ഇവിടുത്തെ ഡയറക്ടർ സിസ്റ്റർ കാതറിൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട ഈ ഹൗസിലെ ചില ചട്ടമല്ല ഈ ഹൗസിലെ ചില കാര്യങ്ങൾ പറയും. താങ്ക് യു.